എൽഡോറിയ എന്ന മഹത്തായ രാജ്യത്തിൽ സെറാഫിന രാജകുമാരി തന്റെ കോട്ടയുടെ മതിലുകൾ ഇഷ്ടിക കൊണ്ട് നേർത്ത വായുവിലേക്ക് അപ്രത്യക്ഷമാകാൻ തുടങ്ങുന്നത് ഭയത്തോടെ കണ്ടു. ആകാശം ഇരുണ്ടുപോയി. ഒരിക്കൽ അഭിവൃദ്ധി പ്രാപിച്ചിരുന്ന പൂന്തോട്ടങ്ങൾ വാടിപ്പോയി. ഇത് ശപിക്കപ്പെട്ട റോസാപ്പൂവാണ്. ശ്വാസം മുട്ടിച്ച റോയൽ സാസർ എൽഡ്രിൻ. സൂര്യാസ്തമയത്തിന് മുമ്പ് അത് എൻചാന്റഡ് ഫൗണ്ടനിലേക്ക് തിരികെ നൽകിയില്ലെങ്കിൽ നമ്മുടെ രാജ്യം എന്നേക്കുമായി അപ്രത്യക്ഷമാകും. മടിക്കാതെ സെറാഫിന തിളങ്ങുന്ന റോസാപ്പൂവിനെ പിടിച്ച് സമയത്തിനെതിരെ ഓയിട്ടി. അവളുടെ യാത്ര അവളെ നിരോധിത വനങ്ങളിലേക്ക് നയിച്ചു. അവിടെ മുൾപടർപ്പുകൾ ജീവനോടെ വന്ന് അവളുടെ പാത തടഞ്ഞു. ശുദ്ധഹൃദയമുള്ളവർക്ക് മാത്രമേ കടന്നുപോകാൻ കഴിയൂ എന്ന് ഒരു മന്ദഹാസം മുന്നറിയിപ്പ് നൽകി. അമ്മയുടെ ധീരതയുടെ പാഠങ്ങൾ ഓർത്തുകൊണ്ട് സെറാഫിന കണ്ണുകൾ അടച്ച് ആഴത്തിൽ ശ്വാസമെടുത്തു. എനിക്ക് പേടിയില്ല, അവൾ പ്രഖ്യാപിച്ചു. പെട്ടെന്ന് മുന്തിരിവള്ളികൾ വേർപിരിഞ്ഞു. അവൾക്ക് തുടരാൻ വ്യക്തമായ പാത സൃഷ്ടിച്ചു. പാലമോ ബോട്ടോ ഇല്ലാത്ത ഒരു തിളങ്ങുന്ന നദിയിൽ സെറാഫിന എത്തി. പകരം വെള്ളം അവളുടെ സ്വന്തം പ്രതിഫലനം വെളിപ്പെടുത്തി. പക്ഷേ അത് അവൾ ചെയ്തതുപോലെ നീങ്ങിയില്ല. മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം നിങ്ങൾ കാണണം, ഒരു നിഗൂഢ ശബ്ദം മന്ത്രിച്ചു. അവൾ മടിച്ചു. ഞാൻ ഒരു രാജകുമാരിയാണ്, ഒരു നേതാവാണ്, പക്ഷേ ധീരയാകാൻ ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അവൾ സമ്മതിച്ചു. നദി ഒരു ക്രിസ്റ്റൽ പാലമായി ഉറച്ചുനിൽക്കുകയും അവളെ കടക്കാൻ അനുവദിക്കുകയും ചെയ്തു. അവൾ എൻചാന്റഡ് ഫൗണ്ടന് സമീപമെത്തിയപ്പോൾ ഒരു കാവൽ ആത്മാവ് സ്വർണ്ണ വെളിച്ചത്തിൽ പ്രത്യക്ഷപ്പെട്ടു. പലരും ജലധാരയുടെ ശക്തി തേടി വന്നിട്ടുണ്ട്. ആത്മാവ് മുന്നറിയിപ്പ് നൽകി. നിങ്ങളെന്താണ് യോഗ്യരാക്കുന്നത്? ഞാൻ അധികാരത്തിനു വേണ്ടിയല്ല ഇവിടെയുള്ളത്, സെറാഫിന പറഞ്ഞു. എന്റെ ജനങ്ങളെ രക്ഷിക്കാനാണ് ഞാൻ ഇവിടെയുള്ളത്. ആത്മാവ് പുഞ്ചിരിക്കുകയും ഒരു വശത്തേക്ക് ചുവടുവെക്കുകയും തിളങ്ങുന്ന നീരുറവ വെളിപ്പെടുത്തി. വെള്ളം ഏതാണ്ട് വറ്റിപ്പോയിരുന്നു. അവൾ ശപിക്കപ്പെട്ട റോസാപ്പൂവ് അകത്തു വെച്ചപ്പോൾ ഒരു ശക്തമായ ശക്തി അവളെ വായുവിലേക്ക് ഉയർത്തി. നിങ്ങൾ വിലയേറിയ എന്തെങ്കിലും കൈമാറ്റം ചെയ്യണം, ഒരു നിഗൂഢ ശബ്ദം പ്രതിധ്വനിച്ചു. മടിക്കാതെ സെറാഫിന തന്റെ രാജകീയ കിരീടം നീക്കം ചെയ്ത് ജലധാരയിൽ സ്ഥാപിച്ചു. ഒരു സുവർണ വെളിച്ചം പൊട്ടിത്തെറിച്ചു. ഒരു ഉജ്ജ്വലമായ മിന്നലിൽ രാജ്യം പുനഃസ്ഥാപിച്ചു. ദൂരെയിൽ ആർപ്പുവിളികൾ ഉയർന്നു. മരിച്ചവനുകളിൽ ജീവൻ തിരികെ എത്തി. മരുഭൂമി പോലെയുള്ള ദേശം പച്ചപ്പിൽ മൂടപ്പെട്ടു. സെറാഫിന സുരക്ഷിതമായി നിലത്ത് ലാൻഡ് ചെയ്തു. കോട്ട വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. ആകാശം തെളിഞ്ഞു. പൂക്കൾ വീണ്ടും പൂത്തു. മന്ത്രവാദിയായ എൽഡ്രിൻ കുനിഞ്ഞു. യഥാർത്ഥ നേതൃത്വം അധികാരത്തിൽ നിന്നല്ല, ത്യാഗത്തിൽ നിന്നാണ്, അദ്ദേഹം പറഞ്ഞു. ജനങ്ങൾ സന്തോഷത്തോടെ മുഴക്കം മുഴക്കി. അവർ തങ്ങളുടെ രാജ്ഞിയെ സ്വാഗതം ചെയ്തു. അവളുടെ കണ്ണുകൾ ഭാവിയിൽ ഉറച്ചുനോക്കി. ഒരു രാജകുമാരിയായിരിക്കുക എന്നത് ഒരു കിരീടം മാത്രമല്ല, ധൈര്യം, ജ്ഞാനം, നിസ്വാർത്ഥ എന്നിവയെക്കുറിച്ചാണെന്ന് അവൾക്കറിയാമായിരുന്നു.